ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു 5 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടുള്ള അബായാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ ഫാബ്രിക്കിന് 58 ഇഞ്ചാണ് വിഡ്ത്തുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 3 മീറ്റർ എടുത്തത്. 1.5 മീറ്റർ ഫാബ്രിക് ടോപ്പിന് വേണ്ടിയിട്ടും ബാക്കി 1.5 മീറ്റർ ഹിജാബ്, നിക്കാബ്, പിന്നെ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് 2 ഡിഫറെൻറ്റ് കളേഴ്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. ടോപ്പ് ലെങ്ത് ആയിട്ട് നമുക്ക് 40 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ ലൈൻ 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹോള് നമുക്ക് 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് നമുക്ക് 9 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെലായിട്ട് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിഡ്ത്തിലാണ് നമ്മൾ അടിഭാഗം കട്ട് ചെയ്തെടുക്കുക. ടോപ്പിലായിട്ട് ഫ്രില്ല് കൊടുക്കാനായിട്ട് നമുക്ക് 8.5 ഇഞ്ചസിൻ്റെ 4 പീസസ് ആവശ്യമുണ്ട്. ഇത് 58 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് അത്രയും മതിയാവും. അപ്പം നമുക്ക് 8.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ക്യാൻവാസിലാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചസും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 4 ഇഞ്ചസും നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു പ്ലെയിൻ തുണിയിൽ നമുക്കത് അയൺ ചെയ്ത് കൊടുക്കാം. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് 2 നെക്കോടും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലായിട്ട് നമുക്കൊരു ഫ്രില്ല് കൊടുക്കണം.
വേണ്ടിയിട്ട് 3 ഇഞ്ചസിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രില്ലാക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ജോയിൻ ചെയ്ത് 2 സൈഡും ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിലാണ് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഫ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതാണ് നമ്മുടെ അബായുടെ ഫൈനൽ ലുക്ക്. ഇത് എത്ര സ്റ്റിച്ചിങ്, ചെറിയൊരു സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ന്യൂസ് മോഡായിട്ട് ഫോളോ ചെയ്യുക.